ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ശാരദയുടെ കാല് പിടിക്കണമെന്ന്, ഈ സത്യഭാമ കാല് പിടിക്കണമെന്ന്, അതും ശാരദയുടെ. അതിനെ സത്യഭാമ മരിക്കണം. കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടി അയാൾ ഒരു വഴി പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അന്ന് ഇതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്കൊരു മറുപടി തരും. അത് നിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മറുപടി ആയിരിക്കും. മനസ്സിലായോടി? നിന്റെ വീട്ടുപട്ടിക്ക് ഫുഡ് വാങ്ങിയ സ്ഥലത്ത് നിന്ന് വാങ്ങിയ ഫ്രൂട്ട്സ് അല്ലേ? അത് നീ തന്നെ അങ്ങ് തിന്നാ മതി. ഞാനേ അത്ര ഹൈജീനിക് അല്ല. എടുത്തോണ്ട് പോടി, ഇല്ലെങ്കിൽ നിന്റെ വീട്ടുമുറ്റത്തൊന്ന് വലിച്ചെറിഞ്ഞു തരും ഞാൻ. അല്ലെങ്കിലും നിന്നെ കൊണ്ടത് തീറ്റിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. വീട്ടിലെ മറ്റു 2 പട്ടികളുണ്ടല്ലോ, അവർക്ക് കൊടുത്തോളാം ഞാൻ. കേട്ടോടി കളക്ടറെ? മോളെ, ഇവളും ആ ചന്ദ്രബോസും കൂടി തന്നെ ആയിരിക്കോ നിന്നെ ഇങ്ങനെ കിടത്തിയത്? അവരുടെ കൂടെ ഇപ്പൊ മറ്റു 2 പേരുകൾ കൂടി ഉണ്ടമ്മേ. ഉപേന്ദ്രൻ, പിന്നെ രോഹിത്. ആരും ആവാം, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി ഒരുമിച്ച്. ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ ഗതികേടില്ലേ, ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഈശ്വരൻ നൽകുന്ന തിരിച്ചടിയാണ്. ഇതെല്ലാം ഇവിടെ നടന്ന് മേടിച്ചു കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ല. പിള്ളേ, അയാള് പറഞ്ഞതെല്ലാം ശരിയാ. എനിക്കിപ്പോ തിരിച്ചടികളുടെ കാലമാ. ചെയ്തതിനൊക്കെ ചെന്ന് ചോദിച്ചടി വാങ്ങിക്കുന്ന കാലം. എവിടെ ചെന്നാലും ഒരു തടസ്സം. അയാൾ പറഞ്ഞതൊന്നും സത്യാമ്മ കാര്യമാക്കണ്ട. നമുക്ക് എന്തെങ്കിലും വേറെ വഴി നോക്കാം. ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കുമെന്നല്ലേ? എന്റെ ഇപ്പോഴത്തെ സമയം വെച്ച് ആ 9 വഴിക്കും തടസ്സങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥനെ പോലെ ആരെങ്കിലും ഒരുത്തൻ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ചെന്നപ്പോഴേ അയാൾക്ക് എന്നെ മനസ്സിലായി പിള്ളേ. അതുകൊണ്ടാ തുടക്കത്തിൽ തന്നെ അയാൾ ഫണ്ട് തരില്ലെന്ന് പറഞ്ഞത്. സത്യാമ്മേ, നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. 1-2 വീഴ്ചകൾ വരണം, എന്നാലേ പിന്നീടുള്ള നടപ്പിന് ബലം കിട്ടും. തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. തടസ്സങ്ങളെല്ലാം അവിടുന്ന് നീക്കിത്തരും. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഞാൻ ശാരദയുടെ കാല് പിടിക്കണമെന്ന്, ഈ സത്യഭാമ കാല് പിടിക്കണമെന്ന്, അതും ശാരദയുടെ. അതിനെ സത്യഭാമ മരിക്കണം. കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടി അയാൾ ഒരു വഴി പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പിന്നെ ഈ ബിസിനസ് സത്യാമ്മ ചെയ്യണമെന്നാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോ ആര് തടസ്സം നിന്നാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഒന്ന് നിർത്തിക്കേ.
മുഖസൂചി പോലും എടുപ്പിക്കാതെ വളർത്തിയ മകൻ, കാലിൽ ചെരുപ്പിടാതെ മണ്ണിൽ ഇറക്കാതെ വളർത്തിയ മകൻ, അല്ലില്ലാതെ വളർത്തിയിട്ട് നടു റോഡിൽ നിന്ന് അവശതയോടെ പണിയെടുക്കുന്നു. ഇതിനാണോ അവനെ ഞാൻ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നത്? ഇതിനാണോ ഞാൻ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ സംരക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചത്? എന്റെ മകൻ വിയർത്ത് കുളിച്ചു നിന്ന് പണിയെടുക്കുന്ന കാഴ്ച എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര ഈ വഴിക്ക് തന്നെ ആക്കിയത്. തിരിച്ചടികൾ തന്നെ ഇത്. ഭാമിയുടെ സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടി. മകനെ എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു അതിനെതിരെയുള്ള വിധിയുടെ ക്രൂരത. പയ്യ ഈ കാഴ്ച മനസ്സിൽ നിന്ന് എത്ര വായിച്ചാലും പോവില്ല. ഞാൻ ഇതിനാണോ എന്റെ മകനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത്? എന്റെ ഈശ്വര. സത്യമേ, വിഷ്ണുക്കുഞ്ഞിനെ വിളിക്കണം. വേണ്ട, അവനെ ഞാൻ കണ്ടോന്നറിയണ്ട. വേഗം പോവാൻ നമുക്ക്. ആമേ, എന്തായി പോയ കാര്യം? ബ്ലോക്ക് ഓഫീസറെ കണ്ടോ? ഇവക്ക് എന്തോ പറ്റി? എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലോ. എടോ, ഇതെന്തോ പറ്റിയോടോ? തന്റെ കൊച്ചമ്മ സങ്കടപ്പെട്ട അകത്തേക്ക് പോയത്? എടോ, ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞതുമില്ല, എന്റെ മുഖത്തോട്ട് നോക്കിയതുമില്ല. വിഷ്ണുക്കുഞ്ഞിനെ കണ്ടതിന്റെ സങ്കടമാ സാറേ. അല്ല, അവനെവിടെ വെച്ച് കണ്ടത്? ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വെച്ച്.